അന്താരാഷ്ട്ര തലത്തിൽ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും കൂടുതൽ വിലക്ക്. ഹിസ്ബുള്ളയ്ക്കും ഹമാസിനുമെതിരെ കൂടുതൽ രാജ്യങ്ങൾ വിലക്കേർപ്പെടുത്തുന്നു. അവസാനമായി സ്വിറ്റ്സർലൻഡും ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഗൾഫ് ആസ്ഥാനമായുള്ള അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ അറബ് ലീഗ് വരെ ഹിസ്ബുള്ളയെ നിരോധിച്ചിട്ടും ഇതുവരെ ഇന്ത്യ നിരോധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം. 20-ലധികം രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഹമാസിനെ ഭീകര സംഘടനാ പട്ടികയിൽപ്പെടുത്തി നിരോധിച്ചിട്ടും ഇന്ത്യ ഹമാസിനെ നിരോധിക്കുകയോ ഭീകര സംഘടനയാക്കി പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല. ലോകത്തെ എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലും യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ, അറബ് ലീഗ് എന്നിവിടങ്ങളിലൊക്കെ ഹമാസ് ഹിസ്ബുള്ള അനുകൂലികൾക്ക് ജയിലാണ് ശരണം. അനുകൂലമായി പോസ്റ്റോ കമൻറ്റോ ഇട്ടാൽ പോലും ഭീകര വകുപ്പിൽ അകത്താകും. എന്നാൽ ഇന്ത്യയിൽ ഹമാസ് അനുകൂലികളും ഹിസ്ബുള്ള അനുകൂലികളും സർവ്വ സ്വതന്ത്രരായി വാഴുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രചാരണവും പോസ്റ്റ് വിടുമ്പോഴും ഇന്ത്യ ഇനിയും നിലപാട് വ്യക്തമാക്കുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ പൊതു ഇടങ്ങളിൽ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും അനുകൂലമായ പ്രതിഷേധങ്ങൾ നടക്കുന്നു. ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും നേതാക്കന്മാരുടെ ചിത്രങ്ങൾ പതിച്ച പോസ്റ്ററുകളുമേന്തി തെരുവുകളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്നു. എന്തിനേറെ പറയുന്നു, ചെറുപ്പക്കാർ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഭീകര നേതാക്കന്മാരുടെ ചിത്രങ്ങൾ പതിച്ച ടീഷർട്ടുമായി പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ടും നടപടിയൊന്നുമില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ അവസാനമായി ഹമാസിനെയും ഹിസ്ബുള്ളയെയും പടിക്ക് പുറത്താക്കിയത് സ്വിറ്റ്സർലൻഡാണ്. ഹിസ്ബുള്ളയെ നിരോധിത സംഘടനയാക്കി പ്രഖ്യാപിച്ച് സ്വിറ്റ്സർലൻഡ് പാർലമെൻറ്റ് നിയമം പാസാക്കി. ഇനി ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട അനുകൂല വാർത്തകൾ, പ്രചരണങ്ങൾ എല്ലാം ഭീകര കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടും. സ്വിറ്റ്സർലൻഡ് പാർലമെൻറ്റ് പാസാക്കിയ നിയമം അവിടെ നിലവിൽ വരികയാണ്. ഹിസ്ബുള്ള അന്താരാഷ്ട്ര സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും തീവ്രവാദത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്നുവെന്നും സ്വിറ്റ്സർലൻഡ് ഇത് നിരോധിക്കേണ്ടതുണ്ടെന്നും അധികാരികൾ വ്യക്തമാക്കുന്നു. 2013 ജൂലൈയിൽ യൂറോപ്യൻ യൂണിയൻ ഹിസ്ബുള്ളയുടെ സായുധ വിഭാഗത്തെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചു. 2012 ബർഗാസ് ബസ് ബോംബാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പങ്ക്, സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ ബാത്ത് ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന സംഘടനകളുടെ പങ്കാളിത്തം എന്നിവയെ തുടർന്ന് 28 യൂറോപ്യൻ രാജ്യങ്ങളും ഹിസ്ബുള്ളയ്ക്കെതിരെ നിലകൊള്ളുകയായിരുന്നു. ചില യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളും ഹിസ്ബുള്ളയുടെ മേൽ ഭാഗികമായോ പൂർണ്ണമായോ വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നെതർലൻഡ് ഹിസ്ബുള്ള സംഘടനയെ പൂർണ്ണമായും നിരോധിച്ചു. ഹിസ്ബുള്ളയെ 2020 ഏപ്രിൽ 30 ജർമ്മനി പൂർണ്ണമായും നിരോധിച്ചു. എന്തിനധികം പറയുന്നു, ഗൾഫിലിരിക്കുന്ന ഏതെങ്കിലും മലയാളി പ്രവാസിക്ക് ധൈര്യമുണ്ടോ ഹിസ്ബുള്ളയെ അനുകൂലിച്ച്, ഹമാസിനെ അനുകൂലിച്ച് ഒരു പോസ്റ്റോ കമൻറ്റോ സോഷ്യൽ മീഡിയയിൽ ഇടാൻ? ഭീകര കുറ്റം ചുമത്തിയാൽ സൗദിയിൽ വധശിക്ഷയാണ് ലഭിക്കുക. 2016 മാർച്ച് 11 ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയിലെ സംഘടനയുടെ ആസ്ഥാനത്ത് നടന്ന അറബ് ലീഗ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിലാണ് അറബ് ലീഗ് ഹിസ്ബുള്ളയെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചത്. 22 അറബ് ലീഗ് അംഗങ്ങളും തീരുമാനത്തെ ശക്തമായി പിന്തുണച്ചു. 2024 ജൂണിൽ അറബ് ലീഗിൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഗോസം സാക്കി തീവ്രവാദ സംഘടനയായി ഹിസ്ബുള്ളയെ മുദ്ര കുത്തുന്നത് അവലംബിക്കുന്നില്ലെന്നും അത്തരം പട്ടികകൾ സ്വീകരിക്കുന്നില്ലെന്നും സൂചിപ്പിച്ചു. എങ്കിലും ഹിസ്ബുള്ളയ്ക്കെതിരായ നിരോധനം അറബ് ലീഗ് തുടരുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഹിസ്ബുള്ളയെ അമേരിക്ക ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയും അതിന് അനുമതി നൽകുകയും ചെയ്തു. പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെയും പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ളയുടെ അർദ്ധസൈനിക വിഭാഗമാണ് ജിഹാദ് കൗൺസിൽ. അതിൻ്റെ രാഷ്ട്രീയ വിഭാഗം ലെബനീസ് പാർലമെൻറ്റിലെ റെസിസ്റ്റൻ്റ് ബ്ലോക്ക് പാർട്ടിയോടുള്ള ലോയൽറ്റിയാണ്. അതിൻ്റെ സായുധ ശക്തി 2016 ഒരു ഇടത്തരം സൈന്യത്തിന് തുല്യമാണെന്ന് വിലയിരുത്തപ്പെട്ടു. ലെബനനിലെ ഇസ്രായേൽ അധിനിവേശത്തിന് മറുപടിയായി ലെബനൻ ഇസ്ലാമിക മത നേതാക്കളാണ് 1982 ഹിസ്ബുള്ള സ്ഥാപിച്ചത്. ഇറാനിയൻ വിപ്ലവത്തിലും ആയത്തുള്ള അലി ഖമേനിയുടെ ഇസ്ലാമിക ഭരണ മാതൃകയിലും പ്രചോദനം ഉൾക്കൊണ്ട് ഹിസ്ബുള്ള ഇറാനുമായി ശക്തമായ ബന്ധം സ്ഥാപിച്ചു. ഹിസ്ബുള്ളയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഇസ്രായേലിനെ നശിപ്പിക്കുക, ഇറാൻ്റെ പരമോന്നത നേതാവിനോട് കൂറ് പുലർത്തുക, പ്രതിജ്ഞ ചെയ്യുക, ഇറാൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്താൽ സ്വാധീനിക്കപ്പെട്ട ഒരു ഇസ്ലാമിക സർക്കാർ സ്ഥാപിക്കുക എന്നിവയാണ്. ഇറാനാണ് ഹിസ്ബുള്ളയ്ക്ക് സൈനികമായും സാമ്പത്തികമായും സഹായം നൽകുന്നത്. ഇറാൻ്റെ ഒരു പ്രോക്സി എന്ന് വേണമെങ്കിൽ ഹിസ്ബുള്ളയെ വിളിക്കാം. ഹിസ്ബുള്ള മാത്രമല്ല, പശ്ചിമേഷ്യയിൽ ഇറാൻ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ഭീകര സംഘടന. അത് യമനിലെ ഹൂതികളുണ്ട്, ഗാസയിലെ ഹമാസ് ഉണ്ട്, അതുപോലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഉണ്ട്,
അങ്ങനെ പശ്ചിമേഷ്യയിലെ ഒരുവിധപ്പെട്ട എല്ലാ ഇസ്ലാമിക ഭീകര സംഘടനകൾക്കും ആവശ്യത്തിനുള്ള ആയുധങ്ങളും സാമ്പത്തികവും നൽകി തീവ്രവാദത്തിൻ്റെ മേഖലയിലേക്ക് അവരെ നയിക്കുന്നത് തന്നെ ഇറാൻ എന്ന രാജ്യമാണ്. ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ ലോകത്താകമാനം നിരോധിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഭാരതം വൈകുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അവിടെ നരേന്ദ്രമോദിയുടെ തന്ത്രപരമായ നീക്കമാണെന്ന് ചിലരെങ്കിലും വ്യക്തമായി പറയുന്നുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകത്ത് ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ എണ്ണപ്പെട്ട ഒരു സംഘടനയായിരുന്ന ഹിസ്ബുള്ള ഇപ്പോൾ അതിൻ്റെ അന്ത്യശ്വാസം വലിക്കുകയാണ്. ഗാസയിലെ ഹമാസിനെതിരെ ഇസ്രായേൽ തുടങ്ങിയ യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഹമാസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിനെതിരെ യുദ്ധം ആരംഭിക്കുകയായിരുന്നു ഹിസ്ബുള്ള. ആദ്യഘട്ടത്തിൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങളാണെങ്കിൽ ഏറ്റവും ഒടുവിൽ സൈകെട്ട് ഇസ്രായേൽ സേന ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനനിലുടനീളം ആക്രമണം നടത്തി. ഒടുവിൽ 49 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ എല്ലാം നശിച്ച് മരണത്തെ മുഖാമുഖം കാണുന്ന അവസ്ഥയിലെത്തി ഹിസ്ബുള്ള. ഉടൻ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഒരു വെടിനിർത്തൽ കരാർ സാധ്യമാക്കി. അതിന് പിന്നാലെ വൻതോതിൽ ആയുധങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു, പ്രത്യേകിച്ച് ഇറാനിൽ നിന്ന്. ഇറാനാണ് ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാലയും ആയുധ വിതരണ ശൃംഖലയും. ഇറാനിൽ നിന്ന് ഉള്ള ആയുധങ്ങൾ സിറിയ വഴി ഹിസ്ബുള്ളയിലേക്ക് എത്തുന്നു. എന്നാൽ ഈ വിതരണ ശൃംഖലയെ തകർക്കുകയായിരുന്നു ഇസ്രായേൽ എന്ന രാജ്യം ആദ്യമായി ചെയ്തത്. സിറിയയും ലെബനനും തമ്മിലുള്ള അതിർത്തി ഇടനാഴികളിലേക്ക് ഇസ്രായേലിൻ്റെ ശക്തമായ ആക്രമണം ഉണ്ടായി. ആ പ്രദേശങ്ങളിൽ ഇസ്രായേൽ കനത്ത ജാഗ്രത പുലർത്തി സൈനിക വിന്യാസം നടത്തി. പിന്നാലെ സിറിയയിൽ നിന്ന് ആയുധങ്ങൾ ലഭിക്കാത്ത സാഹചര്യം ഹിസ്ബുള്ളയ്ക്കുണ്ടായി. ഏറ്റവും ഒടുവിലായി സിറിയയിലെ അസദ് ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടതിന് പിന്നാലെ സിറിയയിൽ നിന്നുള്ള ആയുധങ്ങൾ കൊള്ളയടിക്കാമെന്നുള്ള ഒരു ലക്ഷ്യവും ഹിസ്ബുള്ളയ്ക്കും ഇറാനും ഉണ്ടായിരുന്നു. എന്നാൽ അസദ് ഭരണകൂടം നിലംപതിച്ചതിൻ്റെ തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണം സിറിയയിലേക്കുണ്ടായി. ശക്തമായ ആക്രമണം. 400-ലധികം കേന്ദ്രങ്ങളെ വ്യോമസേന ബോംബിട്ട് തകർത്തു. തകർക്കപ്പെട്ടവയിൽ ഏറെയും സിറിയയ്ക്കുള്ളിൽ ഒളിപ്പിച്ചിരുന്ന ആയുധങ്ങളുടെ ശേഖരമായിരുന്നു. ഇറാനും ഹിസ്ബുള്ളയും ഒക്കെ തങ്ങൾക്ക് ലഭിക്കുമെന്ന് കരുതപ്പെട്ടിരുന്ന ആയുധങ്ങളുടെ വമ്പൻ ശേഖരം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. ഇതോടുകൂടി ഹിസ്ബുള്ളയുടെ ആയുധങ്ങളെന്ന മോഹം പൊലിഞ്ഞിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ ഹിസ്ബുള്ളയുടെ അവസ്ഥ. അതേസമയം സ്വിറ്റ്സർലൻഡാണ് ഏറ്റവും ഒടുവിലായി ഹിസ്ബുള്ളയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത്. ലോകത്തൊട്ടാകെയുള്ള നിരവധി രാജ്യങ്ങൾ, ഭൂരിപക്ഷം രാജ്യങ്ങളും ഹിസ്ബുള്ളയും ഹമാസിനെയും തീവ്രവാദ സംഘടനകളായി തന്നെയാണ് ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടുള്ളത്. ലോകത്ത് അശാന്തി പടർത്തുക, ഇസ്രായേൽ എന്ന രാജ്യത്തെ പൂർണ്ണമായും നശിപ്പിക്കുക, ജൂതരാഷ്ട്രത്തെ നശിപ്പിക്കുക, ഇതാണ് ഹിസ്ബുള്ളയുടെയൊക്കെ പ്രാഥമികമായ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും സൈനിക സഹായങ്ങളും ഇറാനെ പോലെയുള്ള ഇസ്ലാമിക ഭീകര രാജ്യങ്ങൾ അവർക്ക് യഥേഷ്ടം നൽകുന്നുമുണ്ട്.